മുരളിയല്ലേ? ആണോ? പിന്നെ നമ്മുടെ അവിടെ ഓലകെട്ടിയിലും അല്ല എല്ലാ കേരളത്തിൽ മുഴുവനും ഗവൺമെന്റിൽ നിന്ന് വന്ന് വസ്തു അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ടോ? ആ ഉണ്ട്. എന്നായിരുന്നത്? പിന്നെ ഇത് അവിടെ തെക്കേക്കര പഞ്ചായത്തിലായിട്ട് ഹാ. അതിന്റെ ഇതിപ്പോ ഒരു വട്ടം വന്നിട്ട് പോയി അവരതെല്ലാം തെളിച്ചിടാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ തെളിച്ചിടാൻ പറഞ്ഞാൽ എന്തോ എന്താ എല്ലാവരുടെയും വന്ന് അളക്കുന്നതിന് പിന്നെ എല്ലാവരോടും വന്ന് തെളിച്ചിടാൻ പറഞ്ഞേച്ച് പോവോ അതോ എങ്ങനാ? ആ ആ കാടിന്റെ അവിടെ അല്ലേ ആ ആ വടക്കേ അവിടെ എല്ലാം അതിനകത്ത് ആ കല്ല് കിടക്കുന്നുള്ളതെല്ലാം തെളിച്ചിടാൻ പറഞ്ഞു. അതല്ലേ അവരെ ചെയ്യുന്നത്. ആ ഇത് ഗവൺമെന്റിൽ നിന്നാണോ അളക്കുന്നത്? അതെന്തിനാ ഗവൺമെന്റിൽ നിന്ന് അളക്കുന്നേ? ആ ഈ സർവേ. റീസർവേ. ആ അതുപോലെ ആ റോഡ് വെട്ടിയത് എങ്ങനെയുണ്ട് എൻ്റെ വസ്തുവിനകത്തോട്ട്? അതിപ്പം കിഴക്കേറമ്പി കൂടെ കൊടുക്കാന്നുള്ളത് പറയുന്നത്. കൊടു നടുക്കൂടായി കഴിഞ്ഞാൽ രണ്ടായിട്ട് വെച്ച് മുറിച്ച്. അല്ല കിഴക്കൂടെ ഇറമ്പിക്കൂടെ ഞാൻ പറയുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി, അല്ലാതെ കൊടുക്കണ്ട. ആര് പറഞ്ഞു അങ്ങനെ കൊടുക്കാനെന്ന്? അങ്ങനെ കൊടുക്കുന്നതല്ലേ നല്ലത്. ആ ഇപ്പോഴേ വേണ്ട, അതങ്ങനെ കിടക്കട്ടെ. ഇപ്പോഴേ ആരെങ്കിലും വസ്തു വാങ്ങിക്കാനുണ്ടെങ്കിൽ അന്ന് എന്നായി കൊടുക്കുന്നുള്ളു അങ്ങനെ. റീസർവേയിൽ അങ്ങനെ വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ വഴിയാവും. ഏ റീസർവേ വഴി അങ്ങനെ വെച്ചാലേ. ആ പക്ഷെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, അവർക്ക് പോകാൻ കൊടുക്കത്തില്ല. എന്നോട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ മറ്റുള്ളവരങ്ങ് തീരുമാനിച്ചാൽ മതി, എൻ്റെ വസ്തു വകയില്ലയോ അവിടെ. അതുപോലെ ആ പ്രീത എന്ന് പറയുന്നവൾ അവിടെ വരുന്നുണ്ടോ? ഏ അല്ല ഈ പ്രീത എന്ന് പറഞ്ഞവളെ അവിടെ എങ്ങാനും വരുന്നുണ്ടോ? എൻ്റെ ഒരു അനിയത്തി ഉണ്ടല്ലോ, അവളെ ആളുകൾ പറയുന്നത് മിക്കവാറും അവിടെ ഉണ്ടെന്ന്. അവളവിടെ ഉണ്ടോ എപ്പോഴും? അതുപോലെ കുട്ടനും ഒക്കെ എൻ്റെ വീട്ടിൽ വന്ന് കയറുവോ? ആളുകളൊക്കെ പറയുന്നല്ലോ അവൻ എൻ്റെ വീട്ടിൽ, അവനും അവൻ്റെ പെണ്ണുമ്പിള്ളയൊക്കെ എൻ്റെ വീട്ടിൽ കയറി നടക്കുന്നെന്ന്. ഇവനെ എന്നെ എന്തോ എൻ്റെ വീട്ടിലും എൻ്റെ വസ്തുവിനകത്തും അതുപോലെ വടക്കേ വശത്തൊന്നും അവൻ വസ്തുവിനകത്തൊന്നും കയറുന്നില്ല, എൻ്റെ വടക്കേ വസ്തുവിനകത്തൊന്നും. ഹലോ. അല്ല അവൻ കയറുന്നുണ്ടോ എൻ്റെ വടക്കേ വസ്തുവിനകത്ത്? അവൻ കയറുന്നുണ്ടോ? വടക്കേ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള 17 സെന്റിനകത്ത് ഇവിടെങ്ങണം കയറുവോ? ആ അതിനകത്തൊന്നും അവൻ എങ്ങനെയാ പോകുന്നത്? വഴി കിഴക്കൂടെ പോയി അങ്ങനെ വട്ടത്തിലല്ലേ പോകുന്നേ അവൻ? ആ കുളത്തിൻ്റെ അതുവഴിയല്ലേ അവൻ പോകുന്നത്, അവൻ്റെ വഴി? ഹലോ. മനസ്സിലായോ എന്തോ ഞാൻ ചോദിക്കുന്നതെന്ന്? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയെ കൂടെ ചെന്നിട്ട് അവൻ കിഴക്കോട്ട് പോയി ആ കുളത്തിൻ്റെ ഇവിടെ കൂടെ വടക്കോട്ടല്ലേ അവൻ പോകുന്നത്, ഈ കുട്ടൻ എന്ന് പറയുന്നവൻ? അതിലേ വഴി. അതാ ഞാൻ ചോദിച്ചത്, അവൻ എൻ്റെ വസ്തുവിനകത്തൊന്നും കയറുന്നില്ലയോ എന്ന് ഞാൻ ചോദിക്കുക. അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ കുട്ടിയുടെ പടിഞ്ഞാറേ വശത്തെ വസ്തു ഉണ്ടല്ലോ, അവിടെ കൂടെ വഴി വെട്ടിയില്ലയോ? അതെങ്ങനെ ഉണ്ട്? എവിടെ വടക്ക്? നമ്മുടെ വസ്തുവിന്റെ അവിടെ വെട്ടിയോ വഴി? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ പടിഞ്ഞാറേശം മനസ്സിലായോ? ഏതാ നീ ഭദ്രന്റെ ഒക്കെ പടിഞ്ഞാറേശം? നമ്മുടെ വസ്തുവിന്റെ അവിടെ വീതി കൂടിയോന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വസ്തുവിന്റെ അവിടെ വീതി തെക്കൂന്നവി അത് നമുക്കറിഞ്ഞാൽ മതി. മറ്റു വടക്കേവര് താമസിക്കുന്നത് നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വസ്തുവിനകത്ത് കയറിയാൽ പോരായോ? വീതിയായി അതറിഞ്ഞാൽ മതി. അല്ലാതെ നമുക്ക് തെക്കോട്ട് വേണ്ടാത്തവർ വെട്ടിക്കണ്ട. നമുക്കെന്താ വേണം? നമ്മുടെ 2 വസ്തുവിനും ലോറി കയറുന്ന വീതിയായില്ലയോ? അത് മതി. എന്നാൽ ശരി മുരളി.